സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്ലാസ് ആണ്. PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ടിരിക്കുക, പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി. ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏത് എന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ് ആണ്. 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം. പ്രകാശം ഒരു ഡാഷ് തരംഗമാണ് എന്ന് ചോദിക്കാം. എന്താണ്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ട്രാൻസ്വേഴ്സ് വേവ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള പഠനമാണ് കോസ്മോഗണി. ആകാശ വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ആസ്ട്രോണമി. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ആകാശ വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. സൂര്യനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹീലിയോളജി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മസ്ഥലം എവിടെയാണ്? മെക്ക. യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ്. അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ് എന്നതാണ് അബ്ദുൽ കലാം ആസാദിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? മെക്കയിലാണ്. നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മൗലാന അബ്ദുൽ കലാം ആസാദാണ്. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം. ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിക്കാം. ആരുടേതാണ്? അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ആരുടെ ആത്മകഥയാണ് ചോദിക്കാറുണ്ട്. ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. അത് ആത്മകഥയാണ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. പത്രങ്ങൾ ഏതൊക്കെയാണ്? അൽ ഹിലാൽ, അൽ ബലാഗ്. പത്രങ്ങളുടെ പേര് അൽ ഹിലാൽ, അടുത്തത് അൽ ബലാഗ്. ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭ 1947 ഓഗസ്റ്റ് 15 ചുമതലയേറ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭ ചുമതലയേറ്റത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി. അടുത്ത ചോദ്യം,
വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്കാണ്. ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായിട്ട് 1982 സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്തിനാണ്? കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായിട്ട് 1982 സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1982. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 66 ആണ്. ആർട്ടിക്കിൾ 66 ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുക എന്നീ കടമകൾ ഉപരാഷ്ട്രപതിയുടേതാണ്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ് ഉപരാഷ്ട്രപതിയാകാനായിട്ട് വേണ്ട കുറഞ്ഞ പ്രായം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് KR നാരായണൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളി KR നാരായണൻ. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി. സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെയാണ്? കണ്ണൂരിലാണ്. നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസ്. കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്ന കോട്ട ഏതാണ്? സെന്റ് ആഞ്ചലോസ് കോട്ടയാണ് കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്നത്. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ഫ്രാൻസിസ് ടി അൽമേഡയാണ് കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ശിവപ്പ നായ്ക്കറാണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്.
പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. പാലക്കാട് കോട്ട നിർമ്മിച്ചതോ? ഹൈദരാലിയാണ്. ഹൈദരാലി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. നിർമ്മിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണ്? ചാലിയം കോട്ടയാണ്. അടുത്ത ചോദ്യം, നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? നന്ദനാർ PC ഗോപാലനാണ്. PC ഗോപാലൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മാലി മാധവൻ നായർ. വിലാസിനി MK മേനോൻ. അപ്പം നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. മാലി എന്നറിയപ്പെടുന്നത് മാധവൻ നായർ. വിലാസിനി MK മേനോൻ. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം എന്നാണ് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5. 1949 ജൂലൈ 1-ന് രൂപീകൃതമായ ജില്ലകളാണ് തൃശ്ശൂര്, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. ഏതൊക്കെയാണ്? തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. 1949 ജൂലൈ 1-ന് രൂപീകൃതമായ ജില്ലകൾ ഏതൊക്കെയാണ്? തൃശ്ശൂർ, കോട്ടയം, മലബാർ, കൊല്ലം, തിരുവനന്തപുരം. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ലാത്തതുമായ ജില്ലയാണ് മലബാർ. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ലയാണ് മലബാർ. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി, തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തി ആരാണ്? പട്ടം താണുപിള്ള.